Hello viewers, welcome back to my channel Lakshmi's Happy World. Please subscribe and share my videos and also press the bell icon for future notifications. ഇന്നത്തെ റെസിപ്പി പെപ്പർ ചിക്കൻ റോസ്റ്റ് ആണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെപ്പർ പൗഡറാണ്. സ്പൈസി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്യണം. ജിഞ്ചർ ഒരു ചെറിയ പീസ്, ഗാർലിക് 3 ബിഗ് പീസ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമുക്കൊരു ബ്രൗൺ ഷെയ്ഡായിട്ട് കിട്ടണം. അങ്ങനെയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇതൊരു റോസ്റ്റ് കൂടിയാണ്, അപ്പോൾ എന്തായാലും നല്ല ബ്രൗൺ ഷെയ്ഡിലാക്കി എടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. പെപ്പർ പൗഡർ നമ്മൾ 1 ടീസ്പൂണാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ലാസ്റ്റ് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കൂടെ. ടോട്ടൽ അങ്ങനെ 1.5 ടീസ്പൂണാണ് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരുപാട് എരിവുള്ള പെപ്പർ പൗഡറല്ല, അത്യാവശ്യം എരിവുണ്ട്. ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങിച്ചതാണ്, ഹോം മെയ്ഡ്, വറുത്ത് പൊടിച്ചതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ എരി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ എരിവൊക്കെ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെപ്പർ പൗഡറാണ്. ഇതിൽ നമ്മൾ ചില്ലി പൗഡറൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ 2 ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഇത് അത്യാവശ്യം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത്യാവശ്യം എരിവുള്ള ഒരു പെപ്പർ ചിക്കൻ റോസ്റ്റാണ്. ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ടൊമാറ്റോ ഒരുപാടങ്ങ് പഴുത്തതല്ല. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത ടൊമാറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് നല്ലത്. ഇനി നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് ടൊമാറ്റോ ഒന്ന് കുക്കാവണം. ഇനി നമുക്കിതിനെ മൂടിയൊക്കെ മാറ്റി നോക്കാം. ടൊമാറ്റോ ഒക്കെ ഏകദേശം കുക്കായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്ന് സ്മാഷ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഞാനിതിൽ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു റോസ്റ്റായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ചിക്കനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നല്ല രീതിയിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്കായി കിട്ടണം. എന്നിട്ട് നമുക്കിത് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല റോസ്റ്റ് ആക്കി എടുക്കണം. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ, അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും, അപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും ഈ കറി മാച്ചാവും. പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഫ്ലേവർ കിട്ടാനാണ്. അത് ഓപ്ഷണലാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഇതൊന്ന് ഡ്രൈ ആവാനുണ്ട്. ഒന്നുകൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡിയാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം.
ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ലിഡൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് അങ്ങ് റോസ്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഒരുപാടങ്ങ് ഡ്രൈ ആക്കണമെന്നില്ല, ഇത്രയൊക്കെ മതി. അങ്ങനെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പിയാണ്. Thank you for watching my video. Please subscribe and share my video, and also press the bell icon for future notifications. Thanks to all for your support.